നമസ്കാരം. ലഡാക്കിലും കശ്മീരിലും അനധികൃതമായി സന്ദർശനം നടത്തിയ ചൈനീസ് പൗരൻ പിടിയിൽ. ഇയാളുടെ ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോൾ ആർട്ടിക്കിൾ 370മായും CRPFന്റെ വിന്യാസവുമായും ബന്ധപ്പെട്ട ചില രേഖകൾ കണ്ടെടുത്തിരുന്നു എന്നാണ് റിപ്പോർട്ട്. അനുമതിയില്ലാതെ ലഡാക്കിലേക്കും കശ്മീരിലേക്കും പ്രവേശിച്ച ഇയാളെ ഞായറാഴ്ചയാണ് സേന കസ്റ്റഡിയിലെടുത്തത്. വാരണാസി, ആഗ്ര, ന്യൂഡൽഹി, ജയ്പൂർ, സാരാനാഥ് എന്നിവിടങ്ങളിലെ ബുദ്ധമത കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള അനുമതിയാണ് ഇയാൾക്ക് ലഭിച്ചിരുന്നത്. അതിനെ തുടർന്ന് നവംബർ 19 ഇയാൾ ഡൽഹിയിലെത്തി. നവംബർ 20 ഇയാൾ വിമാനത്തിൽ കയറുകയും കശ്മീരിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ അവിടുത്തെ ഫോറിനേഴ്സിനുള്ള റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് കൗണ്ടറിൽ ഇയാൾ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഇവിടുത്തെ താമസത്തിനിടയിൽ ഇയാൾ 3 ദിവസം സാൻസ്കാർ മേഖലയിലും സന്ദർശനം നടത്തി. ഡിസംബർ 1 ശ്രീനഗറിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഹിമാലയത്തിലെ ചില പട്ടണങ്ങളിലും ഇയാൾ സന്ദർശിച്ചിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിനിടയിൽ തന്നെ ഇയാളുടെ ഒരു പെരുമാറ്റം സൈന്യം ശ്രദ്ധിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് സൈന്യം ഇയാൾക്ക് അരികിലെത്തുകയും ഫോൺ ഹിസ്റ്ററി പരിശോധിച്ചപ്പോഴാണ് CRPFന്റെ വിന്യാസത്തിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 370മായി ബന്ധപ്പെട്ട ചില വോയിസ് ക്ലിപ്പുകളും ഇയാൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശദമായ ചില അന്വേഷണങ്ങൾ നടത്തുന്നത്. ഇയാൾക്ക് സന്ദർശനം വളരെ യാത്രകൾ വലിയ ഇഷ്ടമുള്ള ആളാണെന്നും വിദേശ വിദ്യാഭ്യാസം ലഭിച്ച ആളാണെന്നും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം ചൈനയുമായും പാകിസ്ഥാനുമായുള്ളൊരു ബന്ധം അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഏത് നിമിഷവും ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ചില ആക്രമണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടും, കാരണം ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈന എന്ത് തരത്തിലുള്ളൊരു നീക്കവും നടത്തും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് വളരെ ശ്രദ്ധാപൂർവമുള്ള വിലയിരുത്തലുകളാണ് ഓരോ കാര്യത്തിലും, ഓരോ ചൈനീസ് നീക്കത്തിലും ഭാരതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ചെറിയ നീക്കമാണ് എങ്കിലും നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത് ചിലപ്പോൾ ഇയാൾ നിർദോഷകരമായിട്ട് ചിലപ്പോൾ ചില വീഡിയോകൾ അയാളുടെ ഫോണിൽ ഇട്ടതായിരിക്കും, ചില അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങളായിരിക്കാം. പക്ഷേ എന്ത് തന്നെ ആയാലും സൈന്യത്തിന് അതിനെക്കുറിച്ച് വ്യക്തമായൊരു നിരീക്ഷണം നടത്താതെ, വ്യക്തമായൊരു അന്വേഷണം നടത്താതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇയാളെക്കുറിച്ചുള്ളൊരു വിശദമായൊരു അന്വേഷണം നടത്തുന്നത്. വലിയ രീതിയിലുള്ളൊരു സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഈ മേഖലകളിലെല്ലാം തന്നെ. പ്രത്യേകിച്ചും പാകിസ്ഥാനിൽ നിന്നുള്ളൊരു സവിശേഷ സാഹചര്യം അനുസരിച്ച് പസി മുനീറൊക്കെ 3 സേനകളുടെയും സൈനിക മേധാവി എന്ന നിലയിൽ വന്നതിന് ശേഷം അതിർത്തിയിലെ സാഹചര്യങ്ങളൊന്നും തന്നെ അത്രത്തോളം നമുക്ക് ഒരു നല്ല രീതിയിൽ കാണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിർത്തിയിൽ വലിയ രീതിയിൽ സുരക്ഷ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.